നമസ്കാരം. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന തന്റെ മുൻകാല കടുത്ത വാദങ്ങളിൽ നിന്നും പിന്മാറി പദ്ധതികൾ 20 വർഷത്തേക്ക് മരവിപ്പിച്ചാൽ മതി എന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു താൽക്കാലിക വിട്ടുവീഴ്ചയല്ല, മറിച്ച് തന്ത്രപരമായ ഒരു പിൻവാങ്ങലാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ നടത്തിയ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട അസ്ഥിരമായ അന്തരീക്ഷത്തിൽ ഈ ഒരു പ്രഖ്യാപനം പുതിയൊരു ചർച്ച, അതായത് ഒരു മാസമായി വലിയ തോതിൽ പാലിക്കപ്പെട്ടു പോകുന്ന വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലിടുക്കിലെ എണ്ണ ഉപരോധവും ആഗോള വിപണിയിലെ വിലക്കയറ്റവും പ്രതിസന്ധിയിലാക്കിയ വൻ ശക്തികളെല്ലാം ഇപ്പോൾ ഈ ഒരു പുതിയ നയതന്ത്ര നീക്കത്തിന് പിന്നാലെയാണ്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് 20 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തുന്നത് വഴി പശ്ചിമേഷ്യയിൽ ശാശ്വതമായ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുമോ, അതോ ഇതൊരു മറ്റൊരു യുദ്ധത്തിലുള്ള താൽക്കാലിക ശാന്തത മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ആണവ പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം ശാശ്വതമായി നിലനിർത്തുക, ഒരിക്കലും ഒരു ആണവായുധ രാജ്യം എന്ന പദവിയിലേക്ക് ഇറാൻ എത്താതിരിക്കാൻ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ പ്രഖ്യാപിത നയം. ബരാക് ഒബാമയുടെ ഭരണകാലത്ത് 2015 ഒപ്പുവെച്ച ചരിത്രപരമായ ഇറാൻ ആണവ കരാറിൽ നിന്നും 2018 ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് ഇതിന്റെ തെളിവ് കൂടിയായിരുന്നു. അന്ന് കരാറിലെ സൂര്യാസ്തമയ വ്യവസ്ഥകൾ വഴി കാലക്രമേണ ഇറാനുമേലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാകും എന്നായിരുന്നു ട്രംപിന്റെ പ്രധാന എതിർപ്പ്. എന്നാൽ തന്റെ രണ്ടാം ഊഴത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ട്രംപ് തികച്ചും വ്യത്യസ്തനായ ഒരു നയതന്ത്രജ്ഞന്റെ ഭാവമാണ് പുറത്തെടുത്തത്. ഇറാന്റെ ആണവ പദ്ധതി 20 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കാൻ താൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അത് അമേരിക്കയുടെ പരമാധികാര ധാർഷ്ട്യത്തിനുമേൽ ആഗോള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ ചെലുത്തിയ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. അത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് യഥാർത്ഥ 20 വർഷമായിരിക്കണമെന്നും അതിനുള്ള പൂർണ്ണമായ ഗ്യാരണ്ടി ഇറാൻ നൽകണമെന്നും ട്രംപ് ഊന്നി പറയുമ്പോൾ പൂർണ്ണമായ നിരോധനം എന്ന അപ്രായോഗിക വാദത്തിൽ നിന്ന് മാറി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് അമേരിക്കൻ ഭരണം കണ്ണു തുറക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ലഭിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ഇറാൻ പ്രതികരിച്ച രീതിയും തികച്ചും അസ്വീകാര്യമാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ വെടിനിർത്തലിന് അന്താരാഷ്ട്ര തലത്തിൽ വമ്പിച്ച ജീവൻ രക്ഷാ പിന്തുണ ഉണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും നയതന്ത്ര മേശപ്പുറത്ത് ഇരുപക്ഷവും തമ്മിലുള്ള അകലം ഇപ്പോഴും വളരെ വലുതാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ പരസ്പരം നിരസിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ കടുംപിടുത്തം തുടരുകയാണ്. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി കൂടിയാണ്. എന്തായാലും ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് സമാധാന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വളരെ വ്യക്തവും കടുത്തതുമാണ്. തങ്ങളുടെ പരിധിയിലുള്ള എല്ലാ മേഖലകളിലും യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ ഒന്നാമത്തെ ആവശ്യം. ഇത് ലെബനിൽ നിന്നും ഇറാന്റെ ഷിയ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന മാരകമായ ആക്രമണങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വ്യക്തമാണ്. ഇതിനു പുറമെയാണ് ഇറാന്റെ പ്രധാന തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തികവും സൈനികവുമായ ഉപരോധങ്ങൾ ഉടനടി നിർത്തലാക്കണമെന്നും ഭാവിയിൽ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്നും യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര ഗ്യാരണ്ടികൾ നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഈ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതോടെയാണ് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ചാനലായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തിയത്. ആഗോള വിതരണത്തിൽ ചെയ്യപ്പെടുന്ന, അതായത് ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ ജലപാത അടഞ്ഞു കിടക്കുന്നത് അന്താരാഷ്ട്ര വിപണിയെ സംബന്ധിച്ചിടത്തോളം എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നുണ്ട്. എന്തായാലും ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും നാണയപ്പെരുപ്പത്തെയും ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. എന്തായാലും അമേരിക്കയുടെ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും നേരിടാൻ ഇറാൻ എക്കാലവും കരുത്തു പകരുന്നത് ചൈനയും അവരുടെ സാമ്പത്തിക തന്ത്രവുമായുള്ള പങ്കാളിത്തമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പ്രധാന അജണ്ടയും ഇറാൻ തന്നെയായിരുന്നു. ചൈനീസ് സ്വാധീനം ഉപയോഗിച്ച് ഇറാനെ ചർച്ചകളുടെ മേശപ്പുറത്ത് എത്തിക്കുവാനും ഹോർമോസ് തുറപ്പിക്കുവാനും ട്രംപിന് ഷീ ജിൻപിങ്ങിന്റെ സഹായം തേടേണ്ടി വന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറിയതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. 20 വർഷത്തെ ആണവ പദ്ധതി നിർത്തിവെച്ചാൽ മതി എന്ന ട്രംപിന്റെ മൃദു സമീപനത്തിന് പിന്നിൽ, അതായത് ഈ സമീപനത്തിന് പിന്നിൽ
ചൈന തന്നെയാണ് എന്ന് ഈ രഹസ്യ നയതന്ത്ര ചർച്ചകളുടെ സ്വാധീനം. ഈ ആഗോള പ്രതിസന്ധിയിൽ മധ്യസ്ഥന്റെ റോളിൽ സജീവമായി രംഗത്തുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളും ഇറാനിയൻ നയതന്ത്രജ്ഞരും തമ്മിൽ നടന്ന അതീവ രഹസ്യമായ ചർച്ചകളുടെ വിവരങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്ന ഈ റിപ്പോർട്ട് 5 വർഷത്തെ തങ്ങളുടെ ആണവ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാം എന്നായിരുന്നു ഇറാൻ ആദ്യം മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ 5 വർഷം എന്നത് വളരെ ചെറിയ കാലയളവാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പിന്നീട് അത് കുറഞ്ഞത് 20 വർഷമെങ്കിലും ആണവ കരാർ നിർത്തണം എന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം. എന്തായാലും ഇത് പൂർണ്ണമായും ഇറാൻ അംഗീകരിക്കുമോ എന്നാണ് നമുക്കിനി കാത്തിരുന്നറിയാം.